ഭാര്യ ഷെബിനയും 2 കുഞ്ഞുങ്ങളും, അതാണ് അതുലിന്റെ ലോകം. അതിനിടയിലേക്കാണ് എല്ലാ സന്തോഷങ്ങൾക്കും തടയിടാനെന്നോണം വിളിക്കാതെ 2 അതിഥികൾ എത്തിയത്. ആദ്യം കിഡ്നിയായിരുന്നു നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത്. അത് സ്റ്റാർട്ട് ചെയ്ത് ഡയാലിസിസ് തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റ് വേണ്ടിയിട്ട് വർക്കപ്പ് ചെയ്തു. ട്രാൻസ്പ്ലാന്റിൻ്റെ ടെസ്റ്റുകളൊക്കെ നടന്നു വരുന്ന സമയത്താണ് ക്യാൻസർ ഉണ്ടെന്ന് അറിയുന്നത്. പിന്നെ ട്രാൻസ്പ്ലാന്റ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ്. രണ്ടും കൂടി 6 വർഷത്തോളമായിട്ട് ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസും ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ടാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ക്യാൻസറിന് മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സയും ആരംഭിച്ചു. തുടർന്നുള്ള ചികിത്സയിലൂടെ അർബുദം നിയന്ത്രണത്തിലായി. അതോടെ വൃക്ക മാറ്റിവെക്കാമെന്നും. ഇപ്പോൾ എൻ്റെ അമ്മാവനാണ് ഇപ്പോൾ എനിക്ക് കിഡ്നി തരുന്നതെങ്കിലും ഞങ്ങളുടെ 2 ഗ്രൂപ്പുകളാണ്, എ പോസിറ്റീവും ബി പോസിറ്റീവ്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് കുറച്ചും കൂടി നമ്മൾ സാധാരണ ഒരു സർജറി ചെയ്യുന്നതിനപ്പുറം പ്ലാസ്മ പോലുള്ള മറ്റ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് എക്സ്പെൻസീവായുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിന് തുടർന്ന് കഴിഞ്ഞാലും എനിക്ക് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇനിയും തുടർന്ന് ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിനിപ്പോൾ ഏകദേശം ഒരു 25 ലക്ഷം രൂപയോളാണ് കാണുന്നത്. എല്ലാവരുടെ സഹായം ഉണ്ടാവണം. ഞങ്ങൾ ഫാമിലി ആണെങ്കിലും 2 മക്കളാണ്. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും എന്താ പറയുക, കൂടെ നിൽക്കാമെന്ന് പറയാൻ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും എനിക്കില്ല. അതുപോലെ ആളുടെയും അച്ഛനും അമ്മയും ഇല്ല. അപ്പം നമ്മൾ ആ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾക്കിപ്പോൾ എല്ലാത്തിനും കൂടെ നിൽക്കേണ്ട ആൾക്കാരെന്ന് പറയാൻ നമ്മളെ സൗഹൃദങ്ങളും ബന്ധുക്കളും മാത്രമേ ഉള്ളൂ. കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ ഡോക്ടർ ഫിറോസ് അസീസിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 1-നാണ് അതുലിന്റെ സർജറിക്ക് ആവശ്യമായ തുക സമാഹരിക്കുന്നതിനായി കുടുംബം സുമനസുകളുടെ സഹായം തേടുകയാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.